ശ്ലോകം 3. കഥാവിരാമേണ സമം വനാന്തേ. ഒരു ദിവസം കോക്കളിയും കൊണ്ട് പോവുകയാണ്. അമ്മ പറഞ്ഞ പോലെ എപ്പോഴും രാമൻ്റെ കൂടെ, രാമൻ്റെ അടുത്തുണ്ടാവും. കഥാവി രാമേണ സമം, ജ്യേഷ്ഠനായ രാമനോടുകൂടി വനാന്തേ, വനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. വനശ്രീയം വീക്ഷ്യ, ആ വനത്തിൻ്റെ ഐശ്വര്യത്തിനെ കണ്ടിട്ട്, ചരൻ സുഖേന, സുഖേന ചരൻ, എന്തെന്നില്ലാത്ത സുഖത്തോടുകൂടി ജ്യേഷ്ഠനോടും കുട്ടികളോടും കൂടി സഞ്ചരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൃഷ്ണനെയാണ് ഇഷ്ടം, ഏട്ടനെ അത്ര ഇഷ്ടമില്ല. പക്ഷേ ഏട്ടനെ വലിയ ആളാക്കി കാണിക്കണം, ഏട്ടൻ ശ്രേഷ്ഠനാണ് എന്ന് കാണിക്കണം. അതിവിടെയാണ് ചെയ്യുന്നത്. 2 സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം ഇവിടെയാണ് ചെയ്യുന്നത്. ജ്യേഷ്ഠൻ ശ്രേഷ്ഠനാണ്. ഈ ശ്രേഷ്ഠനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ വൃക്ഷങ്ങൾ കണ്ടു, പൂവ് വിതറിയിരിക്കാണ്ടു. ആ പോകുന്ന വഴിയിലൊക്കെ പൂവ് വിതറിക്കും. ഏട്ടനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഈ വൃക്ഷങ്ങൾ ഈ വിധം ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഏട്ടന് എന്തെങ്കിലും ഉപകാരം തരണ്ടേ. അതാണ് ആ ഫലങ്ങളെ കൊണ്ട് താഴ്ന്ന് അങ്ങയുടെ പാദങ്ങൾ തൊടാൻ വരികയാണോ എന്ന് തോന്നിപ്പോകുന്നു. പിന്നെയോ ആ മയിലുകൾ മനോഹരമായ നാദം പുറപ്പെടുവിക്കുന്ന കണ്ടു, നൃത്തം വയ്ക്കുന്ന കണ്ടു. അങ്ങേ സ്വീകരിക്കുകയാണ്. അതുപോലെ കുയിലുകൾ, ഓരോ തരം പക്ഷികളും ആ വിധത്തിൽ അങ്ങയെ സ്വീകരിക്കുന്നു. വൃക്ഷങ്ങൾ മാത്രമല്ല, ആ വൃക്ഷങ്ങൾ തങ്ങളുടെ പുഷ്പങ്ങളെ കൊണ്ടും ഫലങ്ങളെ കൊണ്ടും അങ്ങയെ സ്വീകരിച്ചുകൊണ്ട് വനശ്രീയം, വനത്തിൻ്റെ, വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യം. വൃന്ദ എന്ന് പറഞ്ഞാൽ തുളസി എന്നൊരർത്ഥമുണ്ട്. തുളസി ധാരാളം വളരുന്ന എടുക്കാം. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 12 വനങ്ങളാണ്. അതിൽ ഒന്നാണ് വൃന്ദാവനം. ബൃഹത് വനത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്കാണ് ഭഗവാൻ വന്നത്. ആ വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യത്തിന് ഏറ്റവും വലിയ ഐശ്വര്യം എന്താണ്? ആ ഗോവർദ്ധന പർവ്വതം. അതിങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണു. അവിടെ ഒന്നാന്തരം പച്ച പുല്ലുണ്ട്, പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പച്ച പുല്ലുണ്ട്. അവിടെ നിന്നാണ് നദികൾ ഒഴുകുന്നത്. മഴ പെയ്ത് അങ്ങനെ നദികൾ, അരുവികൾ വന്ന് നദികളായിട്ട് വരുന്നു. ഗോവർദ്ധന പർവ്വതത്തിൻ്റെ വശത്തായിട്ട് ആ നദി, കാളിന്തി നദി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഗോവർദ്ധന പർവ്വതത്തിനെ ചുറ്റിക്കൊണ്ടാണ് അതിങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും പച്ചപ്പുല്ല് നിറഞ്ഞിരിക്കുന്നു ഐശ്വര്യത്തിന്. അതാണ് വനത്തിൻ്റെ ശ്രീയം. അങ്ങനെ ആ വനത്തിന് എന്തെല്ലാം ഐശ്വര്യങ്ങളുണ്ടോ അതിനെ ഓരോന്നും കാണിച്ചു കൊടുത്ത് ഓരോന്നും ശ്രേഷ്ഠനായ അങ്ങയെ അവർ സ്വീകരിക്കുകയാണ്, വരവേൽക്കുകയാണ് എന്ന് കുട്ടികൾ കേൾക്കെ ഭഗവാൻ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ശ്രീദാമനാംന സ്വസഹസ്യവാച, ശ്രീദാമാവ് ഭഗവാന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ശ്രീദാമാവ്. ആ ശ്രീദാമാവും വേറെ 2 കുട്ടികളും കൂടി വന്ന് സ്വസഹസ്യ, തൻ്റെ സഖാവായിരിക്കുന്ന ശ്രീദാമാവിൻ്റെ വാക്ക് കേട്ടിട്ട് അവർ പറഞ്ഞു, കൃഷ്ണ, രാമ, ഇവിടെ അടുത്തായിട്ട് ഒരു താലവനമുണ്ട്, പന. അവിടെ പനമ്പഴം, ഒന്നാന്തരം പഴമുണ്ട്. പക്ഷെ അവിടെ ധേനുകൻ എന്ന പേരായ ഒരസുരൻ അവൻ്റെ കൂട്ടുകാർ വസിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ആർക്കും പോകാൻ തരില്ല. പക്ഷെ എത്ര നല്ല പഴമെന്ന് അറിയും. കണ്ടു, നോക്കും, അതിൻ്റെ മണം തന്നെ എത്ര സുഖകരമായിരിക്കണം. തിന്നാൻ ഇതാണെന്ന് പറയണം, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ
നിങ്ങൾ രണ്ടാളും ശത്രുക്കളെയൊക്കെ കൊല്ലുന്നവരല്ലേ, സാധിക്കുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. മോദാതകാധേനുകാനനം ത്വം, എന്തെന്നില്ലാത്ത സന്തോഷമൂടി. ശ്രീരാമാവ് പറഞ്ഞതല്ലേ, പോകാം, നമുക്ക് പോകാം. മോദാ, എന്തെന്നില്ലാത്ത സന്തോഷത്തോടി ധേനുകൻ വസിക്കുന്നതായ കാനനം, ധേനുക കാനനത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ജ്യേഷ്ഠനും എല്ലാവരും കൂടി പനമ്പഴം നിൽക്കുന്നതായ ആ കാട്ടിലേക്ക് പോകുന്നു.